ഹായ് ഫ്രണ്ട്സ്, വിൻഡോ ജൂയിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദനൻ എം വി. കേരള PSCയുടെ കറണ്ട് അഫയേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെയും കണക്റ്റഡ് ഫാക്ട്സിലൂടെയും പഠിച്ചുറപ്പിക്കുക, കറണ്ട് അഫയേഴ്സിൽ നിന്ന് പരമാവധി മാർക്ക് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2024 ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 2 അതിലെ ചോദ്യങ്ങളും അനുബന്ധ വസ്തുക്കളും വെച്ച് തുടങ്ങിയ ക്ലാസ്സാണ്. ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 2 ബാക്കിയുള്ള ചോദ്യങ്ങളും 2024 തന്നെ നടന്ന കൂലി വർക്കർ എക്സാമിലെ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് കണക്റ്റഡ് ഫാക്ട്സ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ, ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവർ മുന്നത്തെ ക്ലാസ്സുകൾ കൂടി കാണുക. ആ ക്ലാസ് കണ്ടതിന് ശേഷം ഇതിൻ്റെ ഒപ്പം ഒരു ഓൺലൈൻ എക്സാം ഉണ്ട്. നിങ്ങളുടെ മനസ്സിൽ പഠിച്ചത് ഉറപ്പിച്ചു നിർത്താൻ ആ ഓൺലൈൻ എക്സാമിൽ കൂടി പങ്കെടുക്കുക. തുടർന്ന് ഇടവിട്ട ദിവസങ്ങളിൽ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഈ പങ്ക്തിയിൽ നിന്നുണ്ടാവും. തുടർച്ചയായി നിങ്ങൾക്ക് ഈ ഓൺലൈൻ എക്സാമിൽ പങ്കെടുക്കാം. കൂടുതൽ ക്വിസുകളും കൂടുതൽ മെമ്മറി കോഡുകളും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ PSC ലോഞ്ച് പാഡിൽ ചേരുക. PSC ലോഞ്ച് പാഡിൻ്റെയൊക്കെ വിശദാംശം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ ക്രാന്തി എന്ന പദം എന്താണ് അർത്ഥമാക്കുന്നത്? ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 2 ചോദിച്ച ചോദ്യമാണ്. സർക്കാർ സേവനങ്ങളുടെ ഓൺലൈൻ ഡെലിവറി, വ്യവസായങ്ങളുടെ ഓട്ടോമേഷൻ, കൃഷിയുടെ ആധുനികവൽക്കരണം, വിദ്യാഭ്യാസത്തിൻ്റെ ഡിജിറ്റലൈസേഷൻ. അതിൽ സർക്കാർ സേവനങ്ങളുടെ ഓൺലൈൻ ഡെലിവറി എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓൺലൈൻ ഡെലിവറി ഓർത്തു വെച്ചോ. സർക്കാർ സേവനങ്ങൾ, അതാണ് ആ വാക്കാണ്, മനസ്സിലാക്കിയിട്ട് പതിയട്ടെ. സിമ്പിളല്ലേ? ഈ ക്രാന്തി, സർക്കാർ സേവനങ്ങളുടെ ഓൺലൈൻ ഡെലിവറി. നോക്ക്, അടുത്തൊരു ചോദ്യം നോക്ക്. ഈ ഒരു ചോദ്യം മനസ്സിലേക്ക് ഉറപ്പിച്ചു വെച്ചത് കാതിലിങ്ങനെ മുഴങ്ങിക്കേട്ട ഒരാൾക്ക് എല്ലാ സർക്കാർ സേവനങ്ങളുടെയും ഇലക്ട്രോണിക് ഡെലിവറിക്ക് വേണ്ടിയുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ദൗത്യം അറിയപ്പെടുന്നത്. ആ ഓൺലൈൻ ഡെലിവറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇലക്ട്രോണിക് ഡെലിവറി എന്ന് ഓർമ്മ വരും, സർക്കാർ സേവനങ്ങൾ എന്ന് ഓർമ്മ വരും. തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഈ ക്രാന്തി എന്ന പേര് വരും. ഇത് ആന്ധ്രാപ്രദേശ് PSC അവരുടെ ഗ്രൂപ്പ് 1 സർവീസ് പ്രിലിംസ് ജനറൽ സ്റ്റഡീസിന് വേണ്ടി ചോദിച്ച ചോദ്യമാണ്. കണ്ട, ആ ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്നത് കണ്ടോ? അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സംസ്ഥാന PSCകൾ, UPSCകൾ ഒക്കെ കേരളത്തിലെ PSC ഒക്കെ നടത്തിയ ചോദ്യങ്ങൾ കേരള PSCയുടെ 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന പങ്ക്തിയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ക്രാന്തിനെ കുറിച്ചൊന്നറിയാം. ഈ ക്രാന്തിയുടെ ദൗത്യം എന്താണ്? സംയോജിതവും പരസ്പരം പ്രവർത്തിക്കുന്നതുമായ സംവിധാനങ്ങളിലൂടെ, ഒന്നിലധികം മാർഗങ്ങളിലൂടെ എല്ലാ സർക്കാർ സേവനങ്ങളും പൗരന്മാർക്ക് താങ്ങാനാവുന്ന ചെലവിൽ, എല്ലാ സർക്കാർ സേവനങ്ങളും ഓൺലൈൻ ഡെലിവറിയാണ്. ആർക്ക്? പൗരന്മാർക്ക് താങ്ങാനാവുന്ന ചെലവിൽ. കാര്യക്ഷമത, സുതാര്യത, വിശ്വാസ്യത ഇതൊക്കെ ഉറപ്പുവരുത്തലാണ്. എന്ന് പറഞ്ഞാൽ സൽഭരണത്തിൻ്റെ ഭാഗം തന്നെ. നമുക്ക് ഇതുപോലത്തെ ഒരു സ്ഥാപനം നമ്മൾ കേരള ഗവൺമെൻറ് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ഏജൻസികൾ, അക്ഷയ എന്ന് പറഞ്ഞുകൊണ്ട്. മലപ്പുറത്താണ് ആദ്യമായിട്ട് അക്ഷയ തുടങ്ങിയത്. അതും കൂടി ഓർത്തു വയ്ക്കുക. 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? 2026 ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത് മിലാൻ, കോർട്ടിന ഡി മെസോ എന്നുള്ള 2 നഗരങ്ങളിലാണ്. അവർ സംയുക്തമായി നൽകിയ ബിഡിലാണ് 2026 ശൈത്യകാല ഒളിമ്പിക്സ് അവർക്ക് കിട്ടിയത്. ഇത് ഇറ്റലിയിലാണ്. പേരൊക്കെയാണ് മിലാൻ, കോർട്ടിന ഡി എംബസോ ആണ് കേട്ടോ. ഇവിടെ എംബസോ ആണ്. എങ്ങനെ ഓർത്തു വയ്ക്കുക? നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് ഓർത്തു വയ്ക്കാം. ഒളിമ്പിക്സ് അല്ലേ? ശൈത്യകാല ഒളിമ്പിക്സും സമ്മർ ഒളിമ്പിക്സും ഉണ്ട്, വേനൽക്കാല ഒളിമ്പിക്സും ഉണ്ട്. വേനൽക്കാല ഒളിമ്പിക്സ് ആണ് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി നോക്കി കാണാറ്. എന്നാൽ ശൈത്യകാല ഒളിമ്പിക്സും ഉണ്ട്. ആ ശൈത്യകാല ഒളിമ്പിക്സ് ആണ് 2026 എവിടെ നടക്കാൻ പോകുന്നത്? ഇറ്റലിയിലെ മിലാനിലും കോർട്ടിന ഡി എംബസോയിലും. മറ്റത് നമുക്കറിയാം പാരീസിൽ 2024 ഈ ജൂലൈയിൽ ആരംഭിക്കും സമ്മർ ഒളിമ്പിക്സ്. അപ്പം മിലാൻ, കോർട്ടിന ഡി എംബസോ എങ്ങനെ ഓർത്തു വയ്ക്കുക? ശൈത്യകാലത്ത് മരങ്ങളൊക്കെ ഇല പോയി കൊഴിഞ്ഞ് മെലിഞ്ഞ് നിൽക്കും. ആ മെലിഞ്ഞ ആളുകൾ ആ കോർട്ടിൽ മത്സരിക്കുകയാണ്. മെലിഞ്ഞ മരങ്ങൾ ചുറ്റുമുണ്ട്. അതിൽ തണുത്ത് വിറങ്ങലിച്ച് നിൽക്കുന്ന ആ കോർട്ടിൽ ആ ശൈത്യകാല ഒളിമ്പിക്സ് ഒന്ന് സ്വപ്നം കണ്ടോക്കൂ. മെലിഞ്ഞ മരങ്ങൾ മനസ്സിൽ ഇങ്ങനെ വരണം, ഇല കൊഴിഞ്ഞ് മെലിഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ. എന്നിട്ടോ അവിടെ ഒരു കോർട്ടുണ്ട്. ആ മെലിഞ്ഞ മരങ്ങൾ ചുറ്റും നിൽക്കുന്നതിലൊരു കോർട്ട് ഇറ്റലിയിലാണ്. അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. 2026 അപ്പം മിലാനും ഓർത്തു വയ്ക്കാം, കോർട്ടിന ഡി എംബസോയും ഓർത്തു വയ്ക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 2008 വേനൽക്കാല ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിച്ചത് ബീജിംഗ് ആണ്. എന്തിനാണ് അത് ഓർത്തു വയ്ക്കുന്നത്? കാരണം 2022 ശൈത്യകാല ഒളിമ്പിക്സ് ചോദിക്കാം, അത് ബീജിംഗിലായിരുന്നു. അപ്പോൾ എന്തിനായി 2008 വേനൽക്കാല ഒളിമ്പിക്സ്, സമ്മർ ഒളിമ്പിക്സും കൂടി ഓർത്തു വയ്ക്കുന്നത്? കാരണം സമ്മർ ഒളിമ്പിക്സും ശൈത്യകാല ഒളിമ്പിക്സും നടന്ന രണ്ടിനും ആതിഥേയം വഹിച്ച ഒരേ ഒരു നഗരമാണ്, ആദ്യത്തെ നഗരമാണ്
ഏതെന്ന് പറയുന്നത് ബീജിംഗ് എന്ന് പറയുന്നത്. അവിടെയാണ് അത് ഇമ്പോർട്ടൻസ് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. 2022 ചോദിക്കാം, അത് ബീജിങ്ങിലായിരുന്നു. ഏത് ചോദിക്കാം? ശൈത്യകാല ഒളിമ്പിക്സ് ചോദിക്കാം, അത് ബീജിങ്ങിലായിരുന്നു. അപ്പം തന്നെ ആ നഗരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? അവിടെ 2008 വേനൽക്കാല ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട്. ഈ 2 ഒളിമ്പിക്സിനും ആതിഥേയം വഹിച്ച ആദ്യത്തെ നഗരമാണ് ബീജിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ 2024 ഒളിമ്പിക്സ് എന്തായാലും നന്നായിട്ട് ഓർക്കണമല്ലോ. ഈ ജൂലൈ മാസത്തിൽ ആരംഭിക്കുകയാണ്. അത് നടക്കുന്ന നഗരം പാരീസാണ്. എന്താണ് അതിൻ്റെ മോട്ടോ ചോദിക്കാറുണ്ട്. ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നാണ് മോട്ടോ. ഗെയിംസ് വൈഡ് ഓപ്പൺ. ഓർത്ത് വയ്ക്കാൻ സിമ്പിളാണ് അല്ലേ? ഒളിമ്പിക്സിൻ്റെ പ്രാവശ്യത്തെ മോട്ടോ ഒളിമ്പിക് ഗെയിംസ് എന്ന് തന്നെയാണ് നമ്മൾ പലപ്പോഴും പറയാറ്. അത്ലറ്റിക്സും ഉണ്ട്. ഗെയിംസ് വൈഡ് ഓപ്പൺ. അധിക കായിക ഇനങ്ങൾ ചേർത്തിട്ടുണ്ട്. ഓർക്കണം, 4 അധിക കായിക ഇനങ്ങളാണ് ഇപ്രാവശ്യത്തെ പാരീസിലെ ഒളിമ്പിക്സിൽ നടക്കാൻ പോകുന്നത്. ബ്രേക്ക് ഡാൻസിങ് ഉണ്ട്, സ്പോർട്സ് ക്ലൈംബിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സ്കേറ്റ് ബോർഡിംഗ് ഉണ്ട്, സർഫിംഗ് ഉണ്ട്. ഓർത്ത് വയ്ക്കുക, ബ്രേക്ക് ഡാൻസിങ്, സ്പോർട്സ് ക്ലൈംബിംഗ്, സർഫിംഗ്, അതുപോലെ തന്നെ സ്കേറ്റ് ബോർഡിംഗ്. ഈ 4 എണ്ണം ഉണ്ട്. എങ്ങനെ ഓർത്ത് വയ്ക്കും? നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഇത് കഴിഞ്ഞ മറ്റേ എന്താ പറയുക ഡിഗ്രി പ്രിലിം സ്റ്റേജ് 2 ചോദിച്ചതാണ്. നിങ്ങൾ എങ്ങനെ ഓർത്ത് വയ്ക്കുക? ഒരാളിങ്ങനെ ബ്രേക്ക് ഡാൻസ് ചെയ്യുകയാണ്, ഒളിമ്പിക്സ് നടക്കുകയാണ്. ആ ബ്രേക്ക് ഡാൻസ് നടക്കുന്നത് എങ്ങനെയാണ്? സ്പോർട്സ് ക്ലൈംബിങ്ങിന് ശേഷമാണ്. എന്ന് പറഞ്ഞാൽ സ്പോർട്സിൽ 1ാം സമ്മാനം കിട്ടി അദ്ദേഹം. അവിടെ എന്താണ് വിന്നർ, അവിടെ സ്റ്റേജിലേക്ക് പോയി, അതിൽ 1ാം സ്ഥാനത്തേക്ക് ക്ലൈംബ് ചെയ്ത് ആ സന്തോഷത്തിൽ ബ്രേക്ക് ഡാൻസ് ചെയ്യണം. നിങ്ങൾ സങ്കല്പിക്കും, മനസ്സിൽ സങ്കല്പിക്കണം കേട്ടോ. ചിത്രമായിട്ട് വരണം, നിങ്ങളുടെ മനസ്സിൽ ഉറക്കും. ചിത്രമായിട്ട് വരണം. എന്നിട്ടോ ഇത് നമ്മൾ വൈറലായപ്പോൾ നമ്മൾ നമ്മുടെ ഇൻ്റർനെറ്റിൽ നമ്മൾ കാണുകയാണ്. സർഫ് ചെയ്ത് കാണുന്നത് നമുക്ക് നമ്മുടെ കയ്യിലൊരു ആധുനിക മൊബൈലാണ്. അതൊരു സ്ലേറ്റ് പോലുള്ള മൊബൈലാണ്. ഇപ്പോൾ എഴുതാൻ പറ്റാവുന്ന, അപ്പോൾ ഈ പേന ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ടിക്കൊക്കെ ചെയ്യുക. അതുപോലെ മൊബൈലിൽ നിങ്ങൾക്കറിയാലോ, നമ്മുടെ കൈ കൊണ്ടൊക്കെ എഴുതാൻ പറ്റും. ഒരു ആധുനിക മൊബൈൽ. എഴുതാൻ വേണമെങ്കിൽ എഴുതാൻ ഉപയോഗിക്കാം, നോട്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ആധുനിക മൊബൈലിൽ നമ്മളിങ്ങനെ കാണുകയാണ്. അതിൻ്റെ പകുതി ഭാഗം സ്ലേറ്റാണ്, പകുതി ഭാഗം നമ്മൾ സർഫ് ചെയ്ത് വൈറലായിട്ടുള്ള ഒന്ന് കാണുകയാണ്. ഇത്ര ആലോചിച്ച് നോക്ക്. അപ്പോൾ സർഫിംഗ് വരും, സ്കേറ്റ് ബോർഡിംഗ് വരും. സ്കേറ്റ് അവിടെ ബോർഡായി മാറി, സ്ലേറ്റ് അവിടെ ബോർഡായി മാറി, അത് സ്കേറ്റ് ബോർഡിംഗ് എന്നാക്കി മാറ്റി. ആള് 1ാം സ്ഥാനത്തേക്ക് ക്ലൈംബ് ചെയ്തു, സ്പോർട്സ് ക്ലൈംബിംഗ് ആയി, അവിടുന്ന് ബ്രേക്ക് ഡാൻസ് ചെയ്യുകയാണ്. ഈ 4 ഇനങ്ങളാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉറച്ചല്ലോ ഏതൊക്കെയാ? സ്പോർട്സ് ക്ലൈംബിംഗ്, അതുപോലെ തന്നെ മറ്റൊന്ന് ബ്രേക്ക് ഡാൻസിങ്, മറ്റൊന്ന് നമ്മുടെ മൊബൈലിൽ കാണുകയാണ്, സർഫ് ചെയ്ത് കാണുകയാണ്. അപ്പോൾ സർഫിംഗ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഏതാണ്? സ്കേറ്റ് ബോർഡിംഗ്. 2024 ഒളിമ്പിക്സ് പാരീസിലാണ്. അല്ലേ, വായയിലൊരു പാരീസ് മുട്ടായിയും ഉണ്ട്. 2028 ജൂലൈയിലാട്ടാണ് തുടങ്ങാൻ പോകുന്നത്. 2028 ഒളിമ്പിക്സ് നഗരം ആഞ്ചലോസ് ആണ്, ലോസ് ആഞ്ചലോസ്. 2028. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിൽ ലോസ് ആയവർക്ക് അവിടെ 2028 ആഞ്ചൽ ആവാം, അവിടെ വിജയിച്ചിട്ട്. അതാണ് ലോസ് ആയവർക്ക് ആഞ്ചൽ ആവാൻ 2028 അടുത്ത സമ്മർ ഒളിമ്പിക്സ്. 2024 ശൈത്യകാല ഒളിമ്പിക്സിൻ്റെ സ്ഥലം മറക്കണ്ട. മെലിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ, അതിൻ്റെ നടുവിലൊരു കോർട്ട് മിലാനും കോർട്ട് ഡി എംബസോയും. കണ്ട, നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട് ചിത്രങ്ങൾ വരുമ്പോൾ. അടുത്ത ചോദ്യം, ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? കുറച്ച് കാലം മുമ്പ് PSCയിലെ വളരെ ഹോട്ടായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. ഈ അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെടാറില്ല. പക്ഷെ എന്തുകൊണ്ട് ഇത് കറണ്ട് അഫയേഴ്സിൽ വന്നു പറയാം. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ, ആ കൊളൈഡറിൽ പരീക്ഷണം നടന്നത് ഹിഗ്സ് ബോസോൺ കണികകളെ കുറിച്ചാണ്. ഹിഗ്സ് ബോസോൺ കണികകൾ എന്ന് പറഞ്ഞാൽ ദൈവഗണം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഇതിന് ദൈവഗണം എന്ന് അറിയപ്പെടാനുള്ള കാരണം? ഈ ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത് പ്രാഥമിക കണങ്ങളാണ്. എന്താണ് ഈ പ്രാഥമിക കണങ്ങൾ? ഇപ്പം എന്നെ, നിങ്ങളെ, കസാല, മേശ ഇതൊക്കെ പൊടിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? നമ്മളെയൊക്കെ പൊടിച്ചു എന്ന് വിചാരിച്ചോളൂ, എന്താ കിട്ടുക? എ ഹീപ്പ് ഓഫ് ആറ്റംസ്, ഒരു കുന്നോളം ആറ്റങ്ങൾ കിട്ടും. ആറ്റം എന്നുള്ളത് തന്നെ അറ്റ്മോസ് എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്ന് വന്നതാണ്, വിഭജിക്കാൻ പറ്റാത്തത് എന്നർത്ഥം. ഇപ്പം നമ്മൾ വിചാരിച്ചിരുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള സകല സാധനങ്ങളെയും നിർമ്മിച്ചിരിക്കുന്നത് ഒരേ കണം കൊണ്ടാണ്, ഒരേ സാധനം കൊണ്ടാണ് എന്നുള്ള ഒരു ബോധം, ഒരു തത്വശാസ്ത്രം നമ്മുടെ രാജ്യത്തും പുറത്തൊക്കെ നിന്നിരുന്നു. പക്ഷെ അതിന് ശാസ്ത്രീയമായ പിൻബലങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് അതിന് ശാസ്ത്രീയമായ പിൻബലമായി. അങ്ങനെ ആറ്റമാണ് വിഭജിക്കാൻ പറ്റാത്തത് എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിലുമുണ്ട് നമുക്ക് കണങ്ങൾ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. നിങ്ങൾ പഠിച്ചതാണ്.
എന്നാൽ അതിനേക്കാൾ പ്രാഥമിക കണങ്ങളുണ്ട്. അതിലൊന്നാണ് ഹിഗ്സ് ബോസോൺ. എന്താ ഹിഗ്സ് ബോസോണിൻ്റെ പ്രത്യേകത? അപ്പോൾ അതാണ് പ്രാഥമിക കണം എന്ന് പറയുന്നത്. എന്താണ് ഹിഗ്സ് ബോസോണിൻ്റെ പ്രത്യേകത? ഹിഗ്സ് ബോസോൺ ദൈവഗണം എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ട് ഹിഗ്സ് ബോസോണിനെ ദൈവഗണം എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, വസ്തുക്കളുടെ പിണ്ഡം, ആ പിണ്ഡത്തിനെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഹിഗ്സ് ബോസോൺ. നമുക്ക് വിശദമായിട്ട് പറയാം. ഇപ്പം വസ്തുക്കൾക്ക് പിണ്ഡമില്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലമില്ല. പിണ്ഡമുള്ള വസ്തുക്കൾക്കേ ഗുരുത്വാകർഷണമുള്ളൂ. ഭൂമിയും ചന്ദ്രനും തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നത് ഗുരുത്വാകർഷണമുള്ളത് കൊണ്ടാണ്. ഭൂമിക്കും ചന്ദ്രനും പിണ്ഡമുള്ള വസ്തുക്കളാണ്, അതുകൊണ്ടാണ് അവയ്ക്ക് ഗുരുത്വാകർഷണ ബലമുള്ളത്. ഗുരുത്വാകർഷണം ഉണ്ടെങ്കിലേ ജീവനുള്ളൂ. അല്ലെങ്കിൽ ഈ വായുവൊക്കെ പാറിപ്പോവും, നമ്മളൊക്കെ ഇവിടെ നിൽക്കുമോ? ജീവന് ഗുരുത്വാകർഷണ ബലം ആവശ്യമാണ്. അതുകൊണ്ടാണ് അതിനെ ദൈവഗണം എന്നറിയപ്പെടുന്നത്. ആ ദൈവഗണം കണ്ടുപിടിച്ച ആളാണ് പീറ്റ്സ് എന്ന് പറയുന്ന ആള്, പീറ്റർ എന്ന് പറയുന്ന ആള്. പീറ്റർ ഹിഗ്സ് എന്നാണ് പേര്. ആ പീറ്റർ ഹിഗ്സിൻ്റെ ഹിഗ്സിൽ നിന്നാണ് ഹിഗ്സ് ബോസോൺ വന്നത്. അതുമായി ബന്ധപ്പെട്ട പരീക്ഷണം നടന്ന സ്ഥലമാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ. ഇതൊക്കെ PSC പരീക്ഷയ്ക്ക് മുന്നേ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ചോദ്യം എന്തുകൊണ്ട് കറണ്ട് അഫയേഴ്സിൽ പ്രസക്തമാകുന്നു? പീറ്റർ ഹിഗ്സ് 2024 ഏപ്രിലിൽ അന്തരിച്ചു. നോബൽ ജേതാവാണ്. ഈ കണ്ടുപിടുത്തത്തിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. അപ്പം ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഇപ്പം നിങ്ങൾക്കറിയാം, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന് പറഞ്ഞാൽ പ്രാഥമിക കണമായ ഹിഗ്സ് ബോസോണിൻ്റെ പരീക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അപ്പം നമ്മൾ അത് മാത്രം അറിഞ്ഞാൽ മതി. ജ്യോതിശാസ്ത്രമാണോ? അല്ല. കാലാവസ്ഥയെക്കുറിച്ചാണോ? അല്ല. കണികാ ഭൗതിക ഗവേഷണം. മനസ്സിലൊരു ലഡുപൊട്ടിയില്ലേ? ഇതാണ് കണക്റ്റഡ് ഫാക്ട്സ് വെച്ച് പഠിച്ചാലുള്ള ഗുണം. മറ്റേത് മറന്നുപോകും. അപ്പോൾ 2013 ശാസ്ത്ര നോബൽ ജേതാവും ഹിഗ്സ് ബോസോൺ കണത്തിൻ്റെ ഉപജ്ഞാതാവുമാണ് പീറ്റർ ഹിഗ്സ് എന്ന് പറയുന്നത്. 2013 ഭൗതിക ശാസ്ത്ര നോബൽ ജേതാവും ഹിഗ്സ് ബോസോൺ കണത്തിൻ്റെ ഉപജ്ഞാതാവുമാണ് പീറ്റർ ഹിഗ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വാക്കൊന്ന് ഓർത്തു വയ്ക്കാൻ ഒരു കോഡും കൂടി ഞാൻ പറയാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഓർത്തു വയ്ക്കണം? ഹിഗ്സ് ബോസോൺ ഓർത്തു വയ്ക്കണം, ദൈവഗണമാണ് എന്ന് ഓർത്തു വയ്ക്കണം, പീറ്റർ ഹിഗ്സ് ആണ് അത് കണ്ടുപിടിച്ചത് എന്ന് ഓർത്തു വയ്ക്കണം, അദ്ദേഹം 2004 അന്തരിച്ചു, അത് നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കും. അതിനെ മുഴുവൻ കണക്ട് ചെയ്ത് നമുക്കൊരു ഹാഷ്ടാഗ് ഉണ്ടാക്കാം, ഗോഡ് ഹഗ്സ് പെറ്റ് ഓൺ ബസ്. ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവഗണം, ഹഗ്സ് എന്ന് പറഞ്ഞാൽ ഹിഗ്സ് ബോസോൺ. ഹഗ്സ് എന്ന് പറഞ്ഞാൽ ആശ്ലേഷിച്ചു. ആരെ? തൻ്റെ പെറ്റിനെ, തൻ്റെ ആശ്രിതനെ. പെറ്റ് എന്ന് പറഞ്ഞാൽ പീറ്റർ. ഓൺ ബസ് ബോസോൺ. ബോസോൺ തിരിച്ചിട്ടതാണ് ഓൺ ബസ്. അപ്പം ഗോഡ് ഹഗ്സ് പെറ്റ് ഓൺ ബോസ്. ഇപ്പം നിങ്ങൾക്ക് ബോസോണായി, പീറ്ററായി, ഹിഗ്സായി, ഗോഡായി. ഓക്കെ. ഇനി അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലാർജ് കൊളോൺ അല്ലേ, നമ്മൾ അവിടെ അത് മറന്നു പോകുന്നുണ്ടെങ്കിൽ, ഏത് ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ മറന്നു പോകുന്നുണ്ടെങ്കിൽ കൊളൈഡർ എന്നുള്ളതും കൂടി ഓർത്തു വെച്ചോളൂ. അപ്പോൾ ഗോഡ് ഹഗ്സ് പെറ്റ് ഓൺ ബസ് വെൻ ദേ ആക്സിഡൻ്റലി കൊളൈഡ്. അവർ ആക്സിഡൻ്റലായിട്ട് രണ്ടാളും കൂടി കൂട്ടിമുട്ടി. അപ്പോൾ ഗോഡ് തൻ്റെ പെറ്റിനെ ഹഗ് ചെയ്തു. അങ്ങനെ വേണമെങ്കിൽ ഓർത്തു വെച്ചോളൂ. അപ്പോൾ ഹിഗ്സ് ബോസോൺ ദൈവഗണമാണ്. ഹിഗ്സ് ബോസോൺ അഥവാ ദൈവഗണം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ മറ്റ് കണങ്ങൾക്ക് പിണ്ഡം നൽകുന്നൊരു അടിസ്ഥാന കണികയാണ്, മാസ് നൽകുന്നൊരു അടിസ്ഥാന കണിക. നിങ്ങൾക്കറിയാമല്ലോ, ദ്രവ്യത്തിനുണ്ട ഒരു ഗുണമാണ് അതിന് പിണ്ഡമുണ്ട് എന്നുള്ളത്. ഈ പിണ്ഡമുള്ള വസ്തുക്കൾ പരസ്പരം ആകർഷിക്കുന്നതുമാണ് ഗുരുത്വാകർഷണം എന്നുള്ളത് അറിയുന്നത്. ഈ ഗുരുത്വാകർഷണ ബലമുള്ളത് കൊണ്ടാണ് ഭൂമിയിൽ ഭാരം അനുഭവപ്പെടുന്നത്. ഓക്കെ. ഇനി വ്യാപ്തം എന്ന് പറയുന്ന മറ്റൊരു കൺസെപ്റ്റ് ഉണ്ട്. അതൊരു വസ്തുവിന് ഒരു സ്ഥലത്ത് നിൽക്കാൻ ആവശ്യമായ സ്ഥലത്തെയാണ് വ്യാപ്തം എന്ന് പറയുന്നത്. ഒക്കെ സിമ്പിളാണ്, കൺസെപ്റ്റ് മനസ്സിലാക്കിയ സിമ്പിളാണ്. അതായത് ഒരു കടുകിന് എത്ര സ്ഥലം നിൽക്കാൻ വേണം? കുറഞ്ഞ സ്ഥലം. ഒരാനയ്ക്കോ? വലിയ സ്ഥലം. ആർക്കാ വ്യാപ്തം കൂടുതൽ? ആനയ്ക്ക്. അപ്പോൾ ഒരു വസ്തുവിന് നിൽക്കാൻ ആവശ്യമായ സ്ഥലമാണ് വ്യാപ്തം. മറ്റതോ ഒരു വസ്തുവിന് നിൽക്കാൻ ആവശ്യമായ സ്ഥലം തന്നെ. അപ്പോൾ കടുകിനും ആനയ്ക്കും ഏതാനാ വ്യാപ്തം കൂടുതൽ എന്ന് ചോദിച്ചാൽ ആനയ്ക്കാണ്. കൂടുതൽ നിൽക്കാൻ സ്ഥലം ആവശ്യമാണ്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കി, വ്യാപ്തം ഓർമ്മ വരില്ലേ? എൻ്റെ ഡെഫിനേഷൻ ഓർമ്മ വരില്ലേ? PSCക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ വസ്തുക്കൾക്കുള്ള ഒരു ഗുണമാണ് പിണ്ഡം. ആ വസ്തുക്കൾക്ക് പിണ്ഡം നൽകുന്ന അടിസ്ഥാന ഘടകമാണ് ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ബോസോൺ ഇല്ലെങ്കിൽ വസ്തുക്കൾക്ക് പിണ്ഡമില്ല. പിണ്ഡമില്ലെങ്കിൽ ഗുരുത്വാകർഷണമില്ല. ഗുരുത്വാകർഷണമില്ലെങ്കിൽ ജീവനില്ല. അതുകൊണ്ട് ഹിഗ്സ് ബോസോൺ ദൈവഗണം. സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സ്. പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ കണികാ ഭൗതിക ശാസ്ത്രം. ആ കണികാ ഭൗതിക ശാസ്ത്രം എന്ന സിദ്ധാന്തത്തിൻ്റെ പ്രധാന ഭാഗമാണ് ഈ കണം.
പീറ്റർ ഹിഗ്സ് ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞരാണ് ഇത് നിർവഹിച്ചത്. 2012 സ്വിറ്റ്സർലൻഡിലെ സേൺ ലബോറട്ടറിയിലെ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൽ വെച്ചാണ് ഇത് പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയത്. അതും കൂടി ഓർത്തു വെച്ചോളൂ, ഇതെവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ്, സേൺ ലബോറട്ടറിയിലാണ്. അടിസ്ഥാന കണികകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ ദ്രവ്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. ഇവയെ ചെറിയ കണങ്ങളായി വിഭജിക്കാൻ കഴിയില്ല. പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് ആറ്റത്തെ വിഭജിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അറ്റ്മോസ് എന്നുള്ള വിഭജിക്കാൻ പറ്റാത്തത് എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്നുള്ള വാക്കും വരുന്നത്. 17 തരത്തിലുള്ള അടിസ്ഥാന കണങ്ങളുണ്ട്. അവയെ ക്വാർക്കുകൾ, ലെപ്റ്റോണുകൾ, ഗേജ് ബോസോണുകൾ, ഹിഗ്സ് ബോസോൺ എന്നിങ്ങനെ തിരിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഹിഗ്സ് ബോസോണിൽ ഹിഗ്സ് വന്നത് പീറ്റർ ഹിഗ്സ് എന്നാണ്. ബോസോൺ എവിടെ നിന്ന് വന്നു? അത് ഇന്ത്യൻ നാടു സത്യേന്ദ്രനാഥ ബോസ്. അയാളെ കൂടി ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്. ഈ ചോദ്യം കാണുന്ന ഒരാൾക്ക് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാൻ മുന്നേ വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞനാണ് സത്യേന്ദ്രനാഥ ബോസ്. ക്വാണ്ടം മെക്കാനിസത്തിൻ്റെ വികാസത്തിൽ നിർണായക പങ്കുവഹിച്ചു. സത്യേന്ദ്രനാഥ ബോസിനെ ക്വാണ്ടം മെക്കാനിക്സുമായി ബന്ധപ്പെടുത്തുക. അദ്ദേഹത്തിൻ്റെ ഗവേഷണം ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നറിയപ്പെടുന്നു. ഈ ബോസോണിൽ ബോസ് എന്നുള്ള പദം വരുന്നത് ഈ സത്യേന്ദ്രനാഥ ബോസിനെ കൂടി അനുസ്മരിച്ചും കൊണ്ടാണ്. ഹിഗ്സ് ബോസോണിൻ്റെ കണ്ടെത്തൽ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഘടനയെ മാറ്റിമറിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പീറ്റർ ഹിഗ്സ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ ലഭിച്ചിട്ടുണ്ട്. 2024 ഏപ്രിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്ത ചോദ്യമാണ്, COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? ഈ ഒരു ചോദ്യം യൂണിവേഴ്സിറ്റി LGSന് മുമ്പ് ഞാൻ കോപ്പിനെ കുറിച്ച് വിശദമായ ഒരു ക്ലാസ് എടുത്തു. അന്ന് 2-3 ആളുകൾ വന്ന് ചോദിച്ചു ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുമോ എന്ന്. ആ യൂണിവേഴ്സിറ്റി LGSന് കോപ്പ് ചോദിക്കുകയും ചെയ്തു. എന്താ കാര്യം? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്ന് നല്ല ശ്രദ്ധിച്ചോ. ഇപ്പോൾ പരീക്ഷയ്ക്ക് ധാരാളം വരുന്നുണ്ട്. മാത്രമല്ല കോപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, പാരീസ് ഉടമ്പടി, അങ്ങനെ നിങ്ങൾ ഒരുപാട് ഉടമ്പടി കേട്ടിട്ടില്ലേ? അതുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് മനസ്സിലാക്കുക, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഇപ്രാവശ്യം നടന്നത് ദുബായിലാണ്. അതിൻ്റെ 28 കേട്ടോ, COP28 അങ്ങനെ പറയുക. UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് പറയുന്ന പേരാണ് കോപ്പ്, കോൺഫറൻസ് ഓഫ് പാർട്ടി. UN കാലാവസ്ഥാ വ്യതിയാനം പ്രധാനപ്പെട്ട വിഷയം തന്നെയല്ലേ? പൊരിഞ്ഞ മഴ, പൊരിഞ്ഞ വേനൽ, വെള്ളപ്പൊക്കം, പിന്നെന്താ, പിന്നെ നമുക്കറിയാം മേഘം ഒന്നാകെ പൊഴിഞ്ഞു വരുന്നു അല്ലേ, മേഘസ്ഫോടനം. ഇതൊക്കെ കൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. COP28 2023 UAE ദുബായിലാണ് നടന്നത്. COP28 എന്നത് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന ചട്ടക്കൂട്, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് ആണ് അല്ലേ. 28ാമത്തെ സമ്മേളനമാണ്. 2023 ദുബായിൽ വെച്ചിട്ടാണ് ഈ 28ാമത്തെ സമ്മേളനം നടക്കുന്നത്. 1992 ഭൂമിയിലെ കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കാനും ആഗോള താപനിലയിലെ വർധനവ് കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് ഈ കൺവെൻഷൻ രൂപീകരിച്ചത്. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം നിങ്ങൾക്കറിയാം ഗ്ലോബൽ വാർമിംഗ് ആണ്. അപ്പോൾ ആഗോള താപനം കുറയ്ക്കുന്നതിന് വേണ്ടി 1992 ഈ കൺവെൻഷൻ രൂപീകരിച്ചത്. ഇതിനായിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുക, ബോധവൽക്കരണം നടപ്പിലാക്കുക, അതിനെ വിലയിരുത്തുക. അപ്പോൾ ആഗോള താപനം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ മൂലമുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ കോപ്പിൽ ചർച്ച ചെയ്യും. ഹരിതഗൃഹവാതകങ്ങളുടെ ഉത്സർജനം കുറയ്ക്കുക, പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ പ്രോത്സാഹിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദോഷകരമായ ഫലങ്ങൾക്ക് അതിജീവിക്കാൻ വികസ്വര രാജ്യങ്ങളെ സഹായിക്കുക. ഓർത്തിരിക്കണം കേട്ടോ, അത് മൂന്നും അതിൻ്റെ കീ ആയിട്ടുള്ള കോൺസെപ്റ്റ്സാണ്. ഒരു പ്രസ്താവന ടൈപ്പ് ചോദ്യം വന്നാൽ മിസ്സായി പോകരുത്. ഹരിതഗൃഹവാതക ഉത്സർജനം കുറയ്ക്കുക, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ മുന്നെടുത്തിട്ടുണ്ട്. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ കുറയ്ക്കുക, ഊർജ്ജവുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദോഷകരമായ ഫലങ്ങൾക്ക് അതിജീവിക്കാൻ വികസന രാജ്യങ്ങളെ സഹായിക്കുക തുടങ്ങിയ നിർണായക വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. പ്രധാനപ്പെട്ട കോപ്പിൻ്റെ 3 സമ്മേളനങ്ങൾ കൂടി ഓർത്തു വെച്ചോളൂ. 1997 ക്യോട്ടോ പ്രോട്ടോകോൾ അംഗീകരിക്കുന്നത്. ജസ്റ്റ് കേട്ടിരുന്നാൽ മതി, പക്ഷെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് പറയാം. 2015 പാരീസ് ഉടമ്പടി. 2021 ആഗോള താപനില 1.5 ഡിഗ്രി സെൽഷ്യസിൽ പരിമിതപ്പെടുത്താൻ. ആഗോള താപനില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 1.5 ഡിഗ്രി സെൽഷ്യസിനുള്ളിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം. COP27 2022 നടന്ന സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. നഷ്ടപരിഹാര ഫണ്ട്, ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്, ചരിത്രപരമായ തീരുമാനമെടുത്തു. അതായത് ഇതിനൊരുപാട് നടപടികൾ കൈക്കൊള്ളണം. ആ നടപടികൾ കൈക്കൊള്ളുമ്പോൾ ഇപ്പം പെട്രോൾ മാറ്റി സൗരോർജ്ജ പാനലിലേക്ക് മാറ്റണം,
അതിനൊരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ അതിന് സീറോ എമിഷൻ അങ്ങനെയൊക്കെ ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. ഒക്കെ നമ്മൾ മറ്റ് പല ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ആ വീഡിയോ ക്ലാസ്സൊക്കെ ഒന്ന് കണ്ടാൽ മതി. ഇതൊക്കെ പരീക്ഷയ്ക്ക് വരാം. അപ്പോൾ ഇതിനൊക്കെ വലിയ ചിലവ് വരും. അപ്പോൾ അങ്ങനെ ഇതുകൊണ്ട് ദുരിതമുണ്ടാകുന്ന അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആരത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? കാർബൺ ഫൂട്ട് എന്ന് പറയും. അതായത് കാർബൺ പാദമുദ്ര. കാർബൺ പാദമുദ്ര എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ ആ എമിഷൻ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളാണ്. പക്ഷേ ഈ രാജ്യങ്ങളല്ല ഇതിൻ്റെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. ഇതിൻ്റെ ദുരിതം കൂടുതൽ അനുഭവിക്കുന്നത് വികസ്വര രാജ്യങ്ങളാണ്, അവികസിത രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങൾക്ക് ഈ കാർബൺ ഫൂട്ട് കൂടുതലുള്ള രാജ്യങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് തത്വത്തിൽ അംഗീകരിച്ചു. കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. COP28 ആണ് UAE ദുബായിൽ നടന്നത്. ഈ സമ്മേളനങ്ങളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് കൂലി വർക്കറിലേക്ക് പോകാം. കൂലി വർക്കർ എക്സാമിലേക്ക് പോകാം. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ്. ജിലുമോളാണ്. എന്താ ജിലുമോളിൻ്റെ പ്രത്യേകത? കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത. ആരത്? മലയാളിയാടോ? ഒരു തമാശയ്ക്ക് നോക്കിയതാണോ? കൈകൊണ്ട് ഓടിക്കാൻ എടുത്തിട്ട് കാലുകൊണ്ട് ഓടിച്ചതാണോ? അല്ല. PSC പ്രിപ്പയർ ചെയ്യുന്നവർ അറിയേണ്ട കഥയാണ്. 2 കൈകൾ ജന്മനാ തന്നെ നഷ്ടമായ കുട്ടിയാണ് ജിലുമോൾ. ജിലുമോൾ മനസ്സിൽ ഉറക്കണട്ടാ. 2 കൈകൾ ജന്മനാ തന്നെ നഷ്ടപ്പെട്ട കുട്ടി. എന്നിട്ടും അവൾ കാലുകൾ കൊണ്ട് മനോഹരമായിട്ട് എഴുതാനും കാലുകൾ കൊണ്ട് മൊബൈൽ ഉപയോഗിച്ച് ഡയൽ ചെയ്യാനും ഒക്കെ പഠിച്ചു. അതൊരു കോൺഫിഡൻസ് ആയിരുന്നു. ആ കോൺഫിഡൻസ് തോന്നപ്പോൾ അവൾക്കൊരു കാർ ഓടിക്കാൻ പൂതി. ആദ്യം ചെന്നപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കൊടുക്കുമോ? അങ്ങനെ അവൾ ഭിന്നശേഷി വകുപ്പിനെ ശ്രമിച്ചു. ആദ്യം നടന്നില്ല. പക്ഷെ പിന്നീട് അവർക്ക് ഇവരുടെ ആവേശം മനസ്സിലായി. അങ്ങനെ ജിലുമോൾക്ക് വേണ്ടി കാലുകൊണ്ട് ഓടിക്കാൻ പറ്റാവുന്ന പ്രത്യേക വാഹനം രൂപകൽപ്പന ചെയ്ത് അങ്ങനെ അവൾക്ക് ആ വാഹനം ഓടിക്കാൻ പറ്റി. അതായത് ഏത് പ്രതികൂല കാലാവസ്ഥയുണ്ടെങ്കിലും നിങ്ങളുടെ മെൻ്റൽ പവർ, നിങ്ങളുടെ ഇച്ഛാശക്തിയാണ് പ്രധാനം. PSC നിങ്ങൾക്ക് മേടിച്ചെടുക്കാമെന്ന് ചുരുക്കം. ജിലുമോൾക്ക് കാലുകൊണ്ട് കാറോടിക്കാമെങ്കിൽ, എത്ര തവണ പരാജയപ്പെട്ടിട്ടും വീണ്ടും ശ്രമിച്ച് ചെയ്തുവെങ്കിൽ സർക്കാർ ജോലി കിട്ടുന്നത് വരെ പഠിക്കുക. അതിന് പറ്റാവുന്ന ഒരു പങ്ക്തിയാണ് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ പങ്ക്തി. LDC LGSന് 20 മാർക്ക് ഉണ്ടെന്ന് അറിയാലോ. അതേസമയം +2 ഡിഗ്രി പ്രിലിംസിന് മോശം മാർക്കല്ല. ആ മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ കാണുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ് എന്നുള്ളതാണ്. 2023 കൂലി വർക്കറിന് ചോദിച്ചതാട്ടാ. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ശ്രീലങ്കയെയാണ്. നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് ഏഷ്യ കപ്പ് ഇന്ത്യ അടിച്ചു മാറ്റുന്നത്. ആദ്യം ശ്രീലങ്കനെ അടിച്ച് തകർത്തിട്ടാ. പ്രധാനപ്പെട്ടൊരു മത്സരമായതുകൊണ്ടാണ് അത് ചോദിച്ചത്. അടുത്ത ചോദ്യം, കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര്? സജി ചെറിയാനാണ് കേരള മത്സ്യബന്ധന വകുപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതാ? ഇപ്പോഴത്തെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ മന്ത്രിമാരെ അറിയണം. പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിമാരെ അറിയണം. അതിന് കേന്ദ്രമന്ത്രിസഭയ്ക്കൊന്ന് വരട്ടെ, അതല്ലേ ഇനി ചോദിക്കുള്ളൂ. അപ്പോൾ കേരളത്തിലെ മന്ത്രിമാരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, നിങ്ങൾക്കറിയാലോ. ശ്രീ K രാജൻ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിട്ട് ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. ശ്രീ K രാജൻ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയാണ്. രാജാവിൻ്റെ അടുത്തല്ലേ ഖജനാവ് ഉണ്ടാവുക? ആ ഖജനാവിലേക്കല്ലേ റവന്യൂ വേണ്ടത്? റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനമല്ലേ. രാജാവിൻ്റെ അടുത്ത് വരുമാനം ഉണ്ടാകണമെങ്കിൽ റവന്യൂ ഉണ്ടാവണം. ഓർത്തു വെച്ച ഒരു കോഡ് നമുക്കതൊരു കഥയാക്കി മാറ്റാം, ഓർമ്മയിൽ നിർത്താം. റോഷി അഗസ്റ്റ്യൻ ജലവിഭവ വകുപ്പ് മന്ത്രി. റോഷി അഗസ്റ്റ്യൻ ആരാണ്? ജലവിഭവ വകുപ്പ് മന്ത്രി. എങ്ങനെയാണ് റോഷി അഗസ്റ്റിനെയും ജലവിഭവത്തെയും നമ്മൾ ഓർത്തു വയ്ക്കുക? ജലവുമായി ബന്ധപ്പെട്ടാൽ മതി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ്. ഏത് മാസത്തിലാണ് മഴയൊന്ന് അവസാനിപ്പിക്കുക? ആഗസ്റ്റ് മാസമാകുമ്പോൾ അവസാനിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ജലവിഭവം നഷ്ടപ്പെടരുത്. അതുകൊണ്ട് ജലവിഭവം ശേഖരിച്ച് വെക്കണം. ആഗസ്റ്റ് മാസം മുതൽ മെല്ലെ അങ്ങനെ മഴ കുറഞ്ഞു തുടങ്ങും. സെപ്റ്റംബർ ആകുമ്പോഴേക്കും പൂർണ്ണമായി പോകും. പിന്നെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമുക്കറിയാം, ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വരുന്ന തുലാവർഷം അതൊന്ന് പെയ്തു പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ആഗസ്റ്റിൽ തന്നെ ഈ വെള്ളം സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ ആലോചിച്ചാൽ മതി.
ഈ ജലം വിഭവം സൂക്ഷിച്ചു വെക്കണം. അപ്പോൾ ആഗസ്റ്റ് ജലവിഭവം. ശ്രീ കെ കൃഷ്ണൻകുട്ടി വൈദ്യുത വകുപ്പ് മന്ത്രി അല്ലേ? കെ കൃഷ്ണൻകുട്ടിയും വൈദ്യുത വകുപ്പും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം? നിങ്ങൾക്ക് എന്നിട്ട് നമ്മൾക്ക് കഥ ഉണ്ടാക്കിയാൽ മതി. ഇവിടെ കൃഷ്ണനാണ്, വൈദ്യുതി വകുപ്പാണ്. ചിലവർ പറയും കൃഷ്ണൻ വൈദ്യുത വകുപ്പിലെ ജോലിക്കാരനാണ്, രാമൻ എന്നും ഓർത്തുകൂടെ? അവിടെ നിങ്ങൾ ആ കൃഷ്ണനെയും വൈദ്യുത വകുപ്പിനെയും തമ്മിലാണ് ബന്ധപ്പെടുത്തേണ്ടത്. ഓക്കെ, നമുക്കറിയാം എവിടെ നിന്നാണ് വൈദ്യുതി ഉണ്ടാകുന്നത്. വൈദ്യുതി ഉണ്ടാകുന്നത് നമുക്കറിയാം എവിടെ നിന്നാ? ജലം ശേഖരിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെല്ലായിടത്തും അല്ലേ? ഈ ജലം കാളിന്തിയിൽ ജലം ശേഖരിച്ച കൃഷ്ണൻ അവിടെ നിന്ന് ഒരു വൈദ്യുതി ഉണ്ടാക്കിയെന്ന് ആലോചിക്കൂ. കാളിന്തിയിൽ ജലം ശേഖരിച്ച കൃഷ്ണൻ വൈദ്യുതി ഉണ്ടാക്കി. അപ്പോൾ കാളിന്തിനെ ഓർക്കാം, കൃഷ്ണനെ ഓർക്കാം, അവിടെ ജലം ശേഖരിച്ചു, ഇപ്പോൾ വൈദ്യുതിയായി. അപ്പോൾ കൃഷ്ണനെ കാളിന്തിയുമായി ബന്ധപ്പെടുത്തി, കാളിന്തിയിലെ ജലത്തെ ബന്ധപ്പെടുത്തി, ജലത്തെ വൈദ്യുതിയുമായി ബന്ധപ്പെടുത്തി. ഒരു കണക്ഷൻ. നമുക്ക് ആൾറെഡി ഉള്ള ധാരണകളോടാണ് ഇത് റീഇൻഫോഴ്സ് ചെയ്യേണ്ടത്. ശ്രീ എ കെ ശശീന്ദ്രൻ വന്യജീവി വകുപ്പ് മന്ത്രിയാണ്. ശശീന്ദ്രനാണ്. ശശിയുമുണ്ട്, ഇന്ദ്രനുമുണ്ട്. വന്യജീവി വകുപ്പ് മന്ത്രിയാണ്. നമുക്കറിയാലോ, ശശി എന്ന് പറഞ്ഞാൽ ആരാ? ചന്ദ്രനാണ്. ഇന്ദ്രചന്ദ്രന്മാരാണ്. ഇവർ രണ്ടാളും കൂടി കാണുന്ന സ്ഥലം എവിടെയായിരിക്കും? അവർ കാണുന്ന സ്ഥലം സ്വർഗത്തിലാണെന്ന് വിചാരിക്കുക. അവിടെ വന്യജീവിക്ക് എന്താണ് പ്രധാനം? അവിടെ നിങ്ങൾ ആലോചിക്കുകയാണ്, നമ്മുടെ ഈ മുനിമാരൊക്കെ ഇവരെ കാണുന്നത് എവിടെ വെച്ചിട്ടാണ്? വനത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ശശീന്ദ്രൻ, ശശിയും ഇന്ദ്രനും ചേർന്നത്, അദ്ദേഹത്തിന് എന്ത് വേണം? ദൈവത്തെ ഒന്ന് കാണണം. അദ്ദേഹം വനത്തിൽ പോയി അദ്ദേഹം പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ വന്യജീവ വകുപ്പ് മന്ത്രിയാക്കിയത് എന്നോർത്ത് വയ്ക്കുക. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഒരുപാട് എണ്ണുണ്ട്. രജിസ്ട്രേഷൻ ഉണ്ട്, മ്യൂസിയം ഉണ്ട്, പുരാവസ്തു ഉണ്ട്, ആർക്കൈവ് ഉണ്ട്. ഈ പുരാവസ്തുവും ആർക്കൈവും കൂടി ഒന്നിപ്പിക്കാലോ. അപ്പോൾ പുരാവസ്തു എന്ന് ഓർത്ത് വെച്ചാൽ മതിയല്ലോ. മ്യൂസിയവും പുരാവസ്തുവും കൂടി ഒന്നിപ്പിക്കാലോ. പക്ഷേ രജിസ്ട്രേഷൻ വേറെ കിടക്കുന്നു. രാമചന്ദ്രനാണ്. രാമനുമുണ്ട്, ചന്ദ്രനുമുണ്ട്. മറ്റോടത്ത് ശശിയാണ്. അപ്പോൾ ചന്ദ്രനെ ഒഴിവാക്കാൻ രാമനാണ്. രാമൻ ആരാ? രാമൻ എന്ന് പറയുന്നത് ഒരു ദൈവമാണ്, ഹിന്ദുക്കളുടെ ഒരു ദൈവമാണ്. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ രാമനും രജിസ്ട്രേഷനും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധം ഉണ്ടാക്കാം. രാമനെ കാണാൻ വേണ്ടി ഇവരിലൊരാൾ പോവുകയാണ്, ദൈവത്തെ കാണാൻ. ദൈവത്തെ കാണാൻ പോകുമ്പോഴാണ് അവർക്ക് മനസ്സിലായത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്താലേ ഇപ്പോൾ ദൈവത്തെ കാണാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ വയസ്സായവർക്ക് പ്രത്യേകമുണ്ട്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തൊരു വഴിപാട് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഗുരുവായൂരിൽ വേഗം കയറാം. അപ്പോൾ രാമനെ കാണാൻ അപ്പോൾ രജിസ്ട്രേഷൻ വേണം. അപ്പോൾ ആ രജിസ്ട്രേഷന് സമയമെടുത്തു, കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പോൾ വന്ന കുടുംബം എന്ത് ചെയ്തു? അവിടെയുള്ള മ്യൂസിയവും പുരാവസ്തുവും വകുപ്പൊക്കെ ഒന്ന് കാണാൻ പോയി. ഓക്കെ, അടുത്ത കെ ബി ഗണേഷ് കുമാറാണ്. ഗണേശൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗണപതിയുമായി ബന്ധപ്പെട്ടതാണ്. അവർ കാക്കേണ്ട ഗതാഗതം അല്ലേ? ഗണപതിക്ക് ഒരു വാഹനമുണ്ട്, എലീനെ ഓർത്തു വയ്ക്കുക. അപ്പം ഗണപതിയുടെ വാഹനമാണ്, മോട്ടോറാണ് എലി എന്നോർത്തു വയ്ക്കുക. ആ എലിയും ജലഗതാഗതവും, ജലവിഭവം എവിടെയാണ്? ജലഗതാഗതവും. അപ്പോൾ ഗണേശനെ ഓർക്കുമ്പോൾ തന്നെ നമുക്കറിയാം മൂപ്പരുടെ വാഹനമാണെന്ത്? എലി. അപ്പം ഗതാഗതവുമായി ബന്ധപ്പെട്ടത് മുഴുവൻ ആർക്കാ? നമ്മുടെ കെ ബി ഗണേഷ് കുമാറിനാണ്. ജലഗതാഗതം, ഗതാഗതം, അതുപോലെ തന്നെ മോട്ടോർ വാഹനം. ഇനി അടുത്തത് അബ്ദുറഹിമാനാണ്. അബ്ദുറഹിമാൻ ആരൊക്കെ ഉണ്ട്? കായികമുണ്ട്, വഖഫുണ്ട്, ഹജ്ജ് തീർത്ഥാടനമുണ്ട്, ന്യൂനപക്ഷ ക്ഷേമമുണ്ട്. അതിൽ വഖഫും ഹജ്ജ് തീർത്ഥാടനവും ന്യൂനപക്ഷ ക്ഷേമവും ഒന്നിച്ചു കൊണ്ടുവന്നൂടെ? കായികമല്ലേ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ? നമ്മൾ ഇത് പറയല്ല കേട്ടോ, ഇത് പറയല്ല. ഇതിൽ ആദ്യം വന്ന ന്യൂനപക്ഷമാണ് അബ്ദുറഹിമാൻ, മുസ്ലിമാണ്. അതുകൊണ്ട് വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, ന്യൂനപക്ഷം ക്ഷേമ വകുപ്പ്, ഇതൊക്കെ തന്നെ അവിടേക്ക് എത്തി. ഇനി കായികം, എങ്ങനെയാണ് കായികം വി അബ്ദുറഹിമാനുമായിട്ട് ബന്ധപ്പെടുത്തുക? നിങ്ങൾ ഇത്രയൊന്ന് ആലോചിച്ചാൽ മതി. എങ്ങനെയാണ്? സ്പോർട്സിലൊക്കെ മലപ്പുറത്ത് സ്പോർട്സ്, ഫുട്ബോൾ ഭയങ്കര ആവേശം. ഇപ്പം കായിക രംഗത്ത് ന്യൂനപക്ഷ ജില്ലയായ മലപ്പുറം മുന്നോട്ട് നിൽക്കുന്നുണ്ട്. എത്ര 7s ഫുട്ബോളും 11s ഫുട്ബോളും 11s ഒക്കെ ഇവിടെ നടക്കുക വെച്ചിട്ടാ. ലോകകപ്പ് വേറെ ഏതെങ്കിലും അന്താരാഷ്ട്ര രാജ്യങ്ങളിലായിരിക്കും, അല്ല വേറെ വലിയ വിദേശ രാജ്യങ്ങളിലായിരിക്കും. പക്ഷെ ഇവിടെ വന്ന ഒരാൾ വിചാരിക്കുക ഇവിടെയും ലോകകപ്പ് എന്നാ. മുക്കിലും മൂലയിലുമൊക്കെ ഫ്ലക്സും ബോർഡും തെരഞ്ഞിട്ടുണ്ടാവും. അപ്പം കായിക വകുപ്പ് മന്ത്രിക്ക് പറ്റിയത് മലപ്പുറം ജില്ലയിലെ വി അബ്ദുറഹിമാൻ തന്നെ. അടുത്തത് അഡ്വക്കേറ്റ് GR അനിൽ, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചാൽ അനിലിനെ ഓർത്തു വെക്കണം. അനിൽ എന്ന് പറഞ്ഞാൽ എന്താ? അനലൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അനലൻ എന്ന് പറഞ്ഞാൽ തീയാണ്, അനിലനോ കാറ്റാണ്. ഇപ്പം രണ്ടുമാണ്.
ഭക്ഷണം ഇല്ലെങ്കിൽ നമ്മുടെ വയറിൽ കാറ്റ് നിറയും. അപ്പോൾ നമ്മുടെ വയറ് അനിലനെ കൊണ്ട് നിറയും. ഭക്ഷണം കിട്ടാതിരുന്നാലോ അനലൻ വരും, വയറിലൊരു തീ വരും. അപ്പം അനലും നിറയുന്നത് എപ്പോഴാണ്? ഭക്ഷ്യ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം ഭക്ഷ്യം പൊതുവിതരണം എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണ സാധനങ്ങളുടെ വിതരണമാണല്ലോ. അപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനിലനാണ്. ശ്രീ KN ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. രാജാവ് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. രാജാവ് റവന്യൂ. ആ റവന്യൂ എടുത്ത് ചെലവാക്കേണ്ട ആളാണ്. അത് വേണ്ടത്ര വരുമാനമുണ്ടോ ചെലവുണ്ടോ എന്ന് നോക്കാൻ ഒരു വീട്ടിൽ കൊണ്ടുപോകുന്നത് ആരാണ്? അവിടുത്തെ ബാലനാണ്. എന്ന് പറഞ്ഞാൽ അച്ഛനല്ലല്ലോ. മക്കൾ പ്രായമായി കഴിഞ്ഞാൽ വീട് നോക്കേണ്ടത്, ആ വീടിൻ്റെ വരുമാനം ചെലവ് ഒക്കെ നിയന്ത്രിക്കേണ്ടത് മക്കളല്ലേ, അല്ലേ? കുറച്ച് വയസ്സായാൽ. അപ്പം ബാലഗോപാലൻ, ചെറുപ്പക്കാരനായ ആ ഗോപാലനാണ് അവിടുത്തെ ധനകാര്യം കൈകാര്യം ചെയ്യുന്നത്. ഡോക്ടർ R ബിന്ദു ഉന്നത വിദ്യാഭ്യാസം സാമൂഹിക നീതി വകുപ്പ് മന്ത്രി. നമുക്കറിയാലോ, ഉയർന്ന ക്ലാസ്സുകളിൽ എത്തുമ്പോൾ നമുക്ക് പ്രയാസമായി വരുന്നൊരു സബ്ജക്റ്റാണെന്ത്? മാത്സിലെ ബിന്ദു. ഇപ്പോഴും നമുക്ക് ഒരാളോട് ബിന്ദു എന്താണെന്ന് ചോദിച്ചാൽ ബിന്ദു എന്താണെന്ന് പറയും. അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഉയർന്ന വിദ്യാഭ്യാസം മാത്സ് കിട്ടിയാലേ കിട്ടുള്ളൂ. എല്ലാം നല്ല ഉയർന്ന വിദ്യാഭ്യാസം തന്നെ കേട്ടോ. അപ്പോൾ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം. ബിന്ദുവിനെ കുറിച്ചൊരു ഡെഫിനേഷൻ അറിയണമെങ്കിൽ ഉന്നതമായ മാത്സ് പഠിച്ചിരിക്കണം. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടിയാലാണ് ഈ നാട്ടിൽ സാമൂഹിക നീതി വരുള്ളൂ. അങ്ങനെ ആലോചിക്കുക. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ സമൂഹത്തിൽ പലരും പല വ്യത്യസ്ത തരക്കാരായിട്ട് മാറും. അപ്പോൾ സാമൂഹിക നീതി കിട്ടണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം കിട്ടണം. ശ്രീമതി ചിഞ്ചു റാണി മൃഗസംരക്ഷണം ക്ഷീരവികസനം. ചിഞ്ചു റാണിയാണ് മൃഗസംരക്ഷണം ക്ഷീരവികസനം. നിങ്ങൾക്കറിയാലോ, വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടികൾക്കായിരിക്കും ആ വീട്ടിലെ പൂച്ച, ആ വീട്ടിലെ നായ, ആ വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ അതിനോടൊക്കെ ഏറ്റവും കൂടുതൽ കൗതുകം. അവരെപ്പോഴും കൊഞ്ചിക്കൊണ്ടായിരിക്കും. നമ്മുടെ ചിഞ്ചു റാണിയും മൃഗങ്ങളോട് കൊഞ്ചിക്കൊണ്ടാണ്. അവർക്കാണ് നമ്മൾ ആദ്യം പാല് കൊടുക്കുക, അല്ലെ? അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിൽ പാല് മേടിക്കുക. അപ്പം ക്ഷീരം, പാലും അവർക്ക് വേണ്ടിയിട്ടാണ്. ചിഞ്ചു റാണി മൃഗസംരക്ഷണം ക്ഷീരവികസനം. ശ്രീ MP രാജേഷ്, അത് രാജനും രാജേഷും മാറണ്ട, തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസനം എക്സൈസ് വകുപ്പ് മന്ത്രി. ഇപ്പം ഗ്രാമത്തിൽ നിന്നാണ് ആര് വരുന്നത്? രാജു വരുന്നത്. അപ്പം രാജുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗ്രാമത്തിൽ അച്ഛൻ വിചാരിച്ചു, രാജു ഒക്കെ ഒരു പഴയ ഗ്രാമീണമായ പേരാണ്, ഒന്ന് മോഡി ചെയ്യാം, രാജേഷ്. അപ്പം രാജേഷ് ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ആ ഗ്രാമത്തിലെ ഒരു പരിഷ്കാരിയായ പയ്യനാണ് രാജേഷ്. അയാൾ അങ്ങനെയൊന്നും അല്ലട്ടാ. തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസനം, തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഗ്രാമവികസനം. എക്സൈസ് വകുപ്പ് മന്ത്രി. എവിടെ ഈ വാറ്റുകൾ ഉണ്ടാവുക? കള്ളു വാറ്റുക, മറ്റുള്ളത് ചാരായൊക്കെ വാറ്റുന്നത് എവിടെയാണ്? ആ വാറ്റലിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ രാജു എന്ന് ആലോചിക്കുക. അദ്ദേഹം എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. ഇതധികവും ഉണ്ടാവുക ഈ വാറ്റൊക്കെ തടയുന്നതല്ലേ എക്സൈസ് വകുപ്പ് മന്ത്രി. ഇത് അധികവും ഉണ്ടാവുക ഗ്രാമീണ പ്രദേശങ്ങളിലാണ്. മറ്റോടത്തൊക്കെ അതിനെക്കാട്ടും മുന്തിയ സാധനങ്ങളായില്ലേ? നഗരങ്ങളിലൊക്കെ മയക്കുമരുന്നായി. ഇത് അതിനെക്കാട്ടും കുറഞ്ഞ സാധനം അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എക്സൈസ് വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന് കൊടുത്തു. അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്. നേരത്തെ നമ്മൾ അബൂബക്കറിനെ പഠിച്ചിട്ടുണ്ട്, അല്ല അബ്ദുറഹിമാനെ പഠിച്ചിട്ടുണ്ട്. മറ്റൊരു ന്യൂനപക്ഷ മന്ത്രി കൂടി വരികയാണ്. ഞാനത് ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി. ഞങ്ങൾ ഈ മലപ്പുറം ജില്ലയെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ അധികവും മുസ്ലിംസാണ് ഗൾഫിലേക്ക് പോവുക. അപ്പോൾ അവർ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ വീടിൻ്റെ പണിയാണ് ആദ്യം നടത്തുക. പണ്ട് ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ അവർ കടയോ മറ്റെന്തെങ്കിലും കാര്യമോ ഇടുകയാണ് ചെയ്യുക. അപ്പോൾ അവരുടേതാണ് എന്തെന്ന് പറയുന്നത് പൊതുമരാമത്ത് മന്ത്രി എന്ന് പറയുമ്പോൾ മരാമത്ത് നടത്തുക. ഈ മുഹമ്മദ് റിയാസ് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം വീട്ടിൽ കുറച്ച് മോടി പിടിപ്പിക്കും. എന്തായാലും ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വീട്ടിലൊരു എക്സ്റ്റൻഷൻ വർക്ക് നടത്തും. അവരാണ് മലപ്പുറം ജില്ലയിലെ മറ്റുള്ളവരെയൊക്കെ മറ്റന്യ സമുദായങ്ങളെയും ഒക്കെ തന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോയത്. ഇന്ന് മലപ്പുറം ജില്ലയുടെ ആ സുഖമൊക്കെ കഴിഞ്ഞു. ഗൾഫിൽ നിങ്ങളുടെ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ്. റിച്ച് തന്നെയായിരുന്നു, വളരെ എൻറിച്ച് ആയി പോയിരുന്നതാണ്. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിലൊക്കെ ഏറ്റവും കൂടുതൽ ടൂറിസം, പ്രാദേശിക ടൂറിസത്തിൽ ഞാൻ കാണുന്നത് കുടുംബവുമായിട്ട് വരുന്നത് പലപ്പോഴും മുസ്ലിംസാണ്. അതും കൂടി ഓർത്ത് വയ്ക്കുക. അപ്പം ന്യൂനപക്ഷം മൂപ്പര് വന്നു കഴിഞ്ഞാൽ, ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മൂപ്പര് കുടുംബവുമായിട്ട് ഒരു ചുറ്റിക്കറങ്ങൽ നടത്തും, ഒരു ടൂറിസവും. ശ്രീ P പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രി. നമ്മൾ ഈ കൃഷിക്കാരെ കണ്ടിട്ടുണ്ടോ? എപ്പോഴും പ്രസാദമുള്ളതായിരിക്കും, മുഖത്ത് ഭയങ്കര പ്രസാദമായിരിക്കും, ടെൻഷനൊന്നും ഉണ്ടാവില്ല, വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അവർക്കറിയാം ഒരു നെല്ല് വിളയേണ്ട കാലം. നിങ്ങൾക്കാണ് അറിയേണ്ടത് PSC എത്ര കാലം പഠിക്കണമെന്ന്. ഒരു കർഷകനോട് ചോദിച്ചു നോക്കൂ, അവർക്കറിയാം നെല്ല് ഇന്ന് കുത്തിയാൽ നാളെ മുളയ്ക്കോ. അപ്പോൾ എന്നോട് ഇന്നൊരാൾ ചോദിച്ചത്, ഇനിയിപ്പോൾ 2 മാസമേ ഉള്ളൂ, ഈ 2 മാസം കൊണ്ട് എനിക്കിത് പഠിച്ചു തീരുമോ എന്നുള്ളതാണ്. നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റണം. ഈ അർജൻസി അല്ല PSCക്ക് വേണ്ടത്. നിങ്ങൾ കൂളായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ പഠിച്ചാൽ മതി. പക്ഷേ എന്ന് സ്ഥിരമായിട്ട് പഠിക്കുക. നിങ്ങളുടെ പഠന സമയം കൂടി വരും. പറ്റാവുന്ന കുറഞ്ഞ നേരം പഠിക്കുക ആദ്യം. അത് പഠിച്ച് കൂട്ടുക. പിന്നെ ഈ 2 മാസം കഴിഞ്ഞ PSCക്ക് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുക.
പക്ഷെ അവിടെ കിട്ടിയിട്ടില്ലെങ്കിലും PSC കിട്ടുന്നത് വരെ പഠിക്കുമെന്ന് ഉറപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ടെൻഷൻ പകുതി കുറയും. ഇവിടെ കിട്ടാനുള്ള സാധ്യത കൂടും. ഇത് കിട്ടിയിട്ടില്ലെങ്കിലോ അടുത്ത PSCക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്ത ഒരു 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ ഇത് നമ്മുടെ കയ്യിലിട്ട് പോരും. ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ നിങ്ങളുടെ കയ്യിൽ കിട്ടും. നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്ക്. അതല്ലാതെ ആദ്യം തന്നെ ഞാൻ ഇന്ന് മുതൽ 9 മണിക്കൂർ, ഓഫീസിൽ പോകണം 4 മണിക്കൂർ, അല്ലെ മറ്റേ ജോലിക്ക് പോകണം 7 മണിക്കൂർ, വീട്ടിലത്തെ പണിയുണ്ട് 4 മണിക്കൂർ, 7 4 11, വേറെ 1-2 മണിക്കൂർ 13, ഉറങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊരു 6 മണിക്കൂർ, 13 6 19 ആയില്ലേ. പിന്നെ നിങ്ങൾ എവിടുന്നാടോ 8 മണിക്കൂർ പഠിക്കുക ദിവസവും. പ്രായോഗികമാകും. പഠിക്കാൻ പറ്റാവുന്ന കറക്റ്റ് സമയം കണ്ടെത്തൂ. ആ സമയം മിനിമം ഞാൻ എത്ര നേരം പഠിക്കുമെന്ന് ഉറപ്പിക്കൂ. അങ്ങനെ വന്നു നോക്ക്, നിങ്ങളുടെ സമയം കൂടിക്കൂടി വരും, ക്വാളിറ്റി ടൈം ആവും. പിന്നെ ഉറക്കം കെടുത്തി പഠിക്കുന്നവരുണ്ട്, ഒരു ഗുണവും ചെയ്യില്ല. നിങ്ങളുടെ ഓർമ്മയെ ബാധിക്കും, ബുദ്ധിയെ ബാധിക്കും. ഓക്കെ, ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയല്ല. അപ്പോൾ അർജൻസി അല്ല വേണ്ടത്, കൃത്യമായ ഒരു പ്ലാനോട് കൂടി പഠിക്കുക. അപ്പോൾ 2 മാസം നിങ്ങൾ നന്നായി പഠിച്ച ആളുകളാണെങ്കിൽ ഈ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് നല്ല ഗുണം ചെയ്യും. നന്നായി പഠിച്ചിട്ടില്ലെങ്കിലും നല്ലൊരു മാർക്കിലേക്ക് എത്താൻ ഈ കറണ്ട് അഫയേഴ്സ് കിട്ടും. അല്ലാതെ ഇതാണ്ട് പഠിച്ചതുകൊണ്ട് അടുത്ത എക്സാം ക്രാക്ക് ചെയ്യാം എന്നുള്ളതല്ല. പക്ഷെ സ്ഥിരമായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്തോളൂ, നിങ്ങളുടെ പഠനം റെഡിയാവും, നിങ്ങൾ നിരന്തരമായി പഠിക്കാൻ തുടങ്ങും, സർക്കാർ ജോലി ഒരു ദിവസം നിങ്ങളുടെ കയ്യിൽ ലഭിക്കുക തന്നെ ചെയ്യും. ഈ ശ്രീ K. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷ്ണനെ വീണ്ടും ഓർക്കുക. കൃഷ്ണൻ കറുത്തിട്ടാണ്, അധ്വാനിക്കുന്ന ആളായിരുന്നു, പശുക്കളെ മേയ്ക്കുന്ന ആളായിരുന്നു, നമ്മുടെ നാട്ടിലെ അടിസ്ഥാന വർഗമായിരുന്നു അവർ, അല്ലേ? അവരായിരുന്നു നമ്മുടെ നാട്ടിൽ ഈ പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കൃഷ്ണനാ, രാധാകൃഷ്ണനാ. രാധയും കൃഷ്ണനും കൂടി ചേർന്നതാ, മറ്റേ കൃഷ്ണനല്ല. മറ്റേ കൃഷ്ണൻ പണി ചെയ്യുന്ന ആളാണ്, അമ്പലത്തിൽ പോണ ആളല്ല. ഓക്കെ, ഈ കൃഷ്ണനും പണി ചെയ്യും. പക്ഷേ അവരാണ് ഏറ്റവും കൂടുതൽ അമ്പലങ്ങളെയും സംരക്ഷിക്കുന്നത്. രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമം ദേവസ്വം വകുപ്പ് മന്ത്രി. ശ്രീ P. രാജീവ്. 2 രാജീവ് വന്നിട്ടുണ്ടോ? ഇല്ല. ഒന്ന് രാജനാണ്, ഇത് രാജീവാണ്. 2 നമുക്ക്. വേറൊന്ന് രാജേഷും ഉണ്ട് കേട്ടോ. രാജൻ റവന്യൂ ആണ് കേട്ടോ, മറന്നു പോകണ്ട. രാജാവിൻ്റെ അടുത്താണ് റവന്യൂ വരിക, അല്ലേ? ഖജനാവ് അയാളുടെ അടുത്താണ്. രാജേഷ് നമ്മുടെ ഗ്രാമത്തിൽ നിന്നുള്ള പയ്യൻ. രാജൻ നന്നായിരുന്നു പേര്, ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടി രാജേഷാക്കി. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണവും അതുപോലെ തന്നെ ഗ്രാമവികസനവും അദ്ദേഹത്തിന് കൊടുത്തു. ഗ്രാമത്തിലാണ് ഈ കള്ളുവാറ്റ് നടക്കുന്നത്, അതുകൊണ്ട് എക്സൈസും അദ്ദേഹത്തിന് കൊടുത്തു. ഓക്കെ, മറ്റിടത്തും മയക്കുമരുന്നും വില കൂടിയ സാധനങ്ങളുമാണ്. ഇനി രാജീവ് വരുന്നു. രാജീവ് ആരാണ്? നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി. അതാണ് രാജീവിൻ്റെ പ്രത്യേകത. രാജീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തു വയ്ക്കുക, ഭയങ്കര ജീവനുള്ള ഒരാളാണ്. എന്താ ജീവനുള്ള ആളുടെ പ്രത്യേകത? ജീവനുള്ള ആൾ പ്രതികരിക്കും, അല്ലേ? നല്ല ജീവനുള്ള ഒരാൾ നന്നായിട്ട് പ്രതികരിക്കും. അപ്പോൾ അയാൾക്ക് നിയമമൊക്കെ അറിയുണ്ടാവും. നിയമാനുസൃതമല്ലെങ്കിൽ അയാൾ പ്രതികരിക്കും. മാത്രമല്ല അയാൾ നല്ല ജീവനായതുകൊണ്ട് അയാൾ സ്വന്തമായി വ്യവസായം നടത്തി സ്വന്തമായിട്ട് കാശുണ്ടാക്കും. അയാൾ എപ്പോഴും എനർജറ്റിക് ആയിരിക്കും. വ്യവസായമുണ്ട്. കയർ വകുപ്പ് മന്ത്രി. അയാളെ കയറി ആരും ഭരിക്കാമെന്ന് വിചാരിക്കേണ്ട, വകുപ്പാണ്ട് മാറും. രാജീവിനെ കയറി ആരും ഭരിക്കാമെന്ന് വിചാരിക്കേണ്ട, വകുപ്പാണ്ട് മാറും. രാജീവ് ഈ പറയുന്നതോ ആ മന്ത്രിമാരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമായിരിക്കും കേട്ടോ. നമ്മൾ ലിങ്ക് ചെയ്യാനാണ്. ശിവൻകുട്ടി, അത് നിങ്ങൾക്കറിയാലോ, വിദ്യാഭ്യാസമാണ്. ശിവൻകുട്ടി വിദ്യാഭ്യാസമാണ്. തൊഴിൽ വകുപ്പ് മന്ത്രിയാണ്. കുട്ടികളല്ലേ വിദ്യാഭ്യാസത്തിന് പോവുക. അപ്പോൾ അവിടെ ബാലഗോപാലൻ കിട്ടാം, അത് കുട്ടികളാണ്. ബാലനല്ല നമ്മൾ വിദ്യാഭ്യാസത്തിന് പോകാറ്, കുട്ടികളാണ് പോവുക. അപ്പോൾ കുട്ടികൾ വിദ്യാഭ്യാസം കിട്ടിയാലേ തൊഴിൽ കിട്ടുള്ളൂ. പിന്നെ VN വാസവൻ. അതാണ് വാസവൻ ആരാണ്? സഹകരണം, തുറമുഖം. വസിക്കുക എന്നുള്ള അർത്ഥമുണ്ടെങ്കിൽ ഒന്നിച്ചു വസിക്കണമെങ്കിൽ സഹകരണം വേണം, അല്ലേ? അപ്പോൾ വാസവൻ സഹകരണം. അപ്പോൾ തുറമുഖം എങ്ങനെ ഓർത്തു വയ്ക്കും? വാസവൻ സഹകരിക്കും, എന്നുവെച്ചാൽ വസിക്കണമെങ്കിൽ, ഒന്നിച്ച് വസിക്കണമെങ്കിൽ നമ്മൾ സഹകരിക്കണം. അപ്പോൾ തുറമുഖം എങ്ങനെ ഓർത്തു വയ്ക്കും? അവർ തുറമുഖത്താണ് വസിക്കുന്നത് ഓർക്കൂ. തുറമുഖത്ത് വസിക്കുന്നവർക്ക് എന്തായാലും സഹകരണം വേണം. എപ്പോഴാണ് കടൽ വെള്ളം കയറി വരിക എന്നറിയില്ല. അപ്പോൾ ഒന്നിച്ച് പോകാൻ പറ്റണം. അതുകൊണ്ട് അവർ തമ്മിൽ നല്ല സഹകരണമാകും. തുറമുഖത്തുള്ള ആളുകൾക്ക് ഭയങ്കര കണക്ഷൻ ആയിരിക്കുമല്ലോ. നോക്കിയിട്ടുണ്ടോ? അവരൊരാളെ തട്ടാൽ അവർ ഈച്ച പോലെ പൊതിയും. അപ്പോൾ വാസവൻ ഒന്നിച്ചവർ വസിക്കുന്ന സ്ഥലമാണ് തുറമുഖം. നല്ല സഹകരണമാണ് അവർ പരസ്പരം തമ്മിൽ. ഇനി ശ്രീമതി വീണ ജോർജ്. ആരോഗ്യം, വനിത, ശിശു. നമുക്കറിയാലോ സംഗീതം നമ്മുടെ ആരോഗ്യത്തെ കൂട്ടുമെന്ന് നിങ്ങൾക്കറിയാലോ. നന്നായി പാട്ട് ആസ്വദിക്കുന്നവർക്ക് നല്ല മനസ്സുണ്ടാവും. നല്ല മാനസികാരോഗ്യം നല്ല ശാരീരികാരോഗ്യത്തിന് ഗുണം ചെയ്യും. ഇപ്പം മാനസികാരോഗ്യത്തിനും ശാരീരികാരോഗ്യത്തിനും വീണ സംഗീതം നല്ലതാണ്. ഇത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ആൾക്കാരാരാ? വനിതകളും ശിശുക്കളുമാണ്, അല്ലേ? ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ കുട്ടി ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. വനിതകളും കേട്ടിരിക്കും. ആണുങ്ങളും ആഘോഷിക്കുന്നവരുണ്ട്, പക്ഷേ കുറച്ച് ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളല്ലേ, വനിതകളാണ്.
ഇനി ശ്രീ സജി ചെറിയാൻ മത്സ്യബന്ധനമുണ്ട്, സാംസ്കാരിക വകുപ്പുണ്ട്. അപ്പം മത്സ്യബന്ധനം, സാംസ്കാരിക വകുപ്പും സജി ചെറിയാനാണ്. നമ്മൾ എങ്ങനെയാണ് ഓർത്തു വയ്ക്കുക? ചെറിയ മത്സ്യം ഓർത്തു വയ്ക്കുക. ചെറിയ മത്സ്യത്തെ ഓർത്തു വയ്ക്കുക. നിങ്ങളുടെ മനസ്സിൽ കാണുക, അവിടെ ഇങ്ങനെ ചെറിയ മത്സ്യം വെച്ചിട്ടുണ്ട്. എന്താ ചെറിയ മത്സ്യം വെക്കാനുള്ള കാരണം? നിങ്ങൾ തൃശ്ശൂർ സാംസ്കാരിക വകുപ്പിലേക്കാണ് കയറിപ്പോകുമ്പോൾ അവിടെ എന്തുണ്ട്? അവിടെ ഒരു അക്വേറിയം ഉണ്ട് എന്ന് വിചാരിക്കുക. അതിൻ്റെ മുന്നിൽ ഒരു കടയുണ്ട്, ആ കടയിൽ ഒരു അക്വേറിയം ഉണ്ട്, അവിടെ ചെറിയ മത്സ്യമുണ്ട് എന്ന് വയ്ക്കുക. ഇത്രയും കാര്യങ്ങളുമായിട്ടൊരു കഥയായിട്ട് പോയാലോ? നിങ്ങൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയണേ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് വെച്ച് നമുക്കൊരു സ്റ്റോറി തന്നെ ഉണ്ടാക്കിയാലോ? അപ്പം നമ്മളൊരു യാത്ര പോവുകയാണ്. നമ്മൾ തൃശ്ശൂരിലേക്കൊരു യാത്ര പോവുകയാണ്. തൃശ്ശൂരിലേക്ക് നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മളുടെ വീട്ടിലത്തെ രാജാവിന് പറയാണ്, പോണതൊക്കെ നല്ലതാണ്, അവിടുത്തെ കാരണവർ എന്താ പറയുക, പോകുമ്പോഴൊക്കെ നല്ലതാണ്, പക്ഷെ പൈസ ആവശ്യത്തിനനുസരിച്ചിട്ട് ചെലവഴിക്കണം. കാരണം രാജാവാണ്. അതെന്ന് പറഞ്ഞാൽ വീട്ടിലത്തെ രാജാവ് എത്രയായിരിക്കും? അവിടുത്തെ മുതിർന്ന ആളായിരിക്കും അല്ലേ? അദ്ദേഹമാണ് റവന്യൂ കൈകാര്യം ചെയ്യുന്ന ആൾ, വരവ് കൈകാര്യം ചെയ്യുന്ന ആൾ. അദ്ദേഹം പറയുകയാണ്, എന്തായാലും അങ്ങനെ പോകുമ്പോൾ നമുക്കൊന്ന് ഇസ്തിരി ഇടണം. നമ്മുടെ ഷർട്ടും മുണ്ടൊക്കെ ഒന്ന് ഇസ്തിരി ഇടണം, അല്ലെങ്കിൽ പാൻറ്റാണോ ഒന്നൊക്കെ ഇസ്തിരി ഇടണം. അടുത്ത ദിവസത്തേക്ക് പോകാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ വരവരഞ്ഞ് ചെലവ് ചെയ്താൽ മതി എന്ന് നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി വീട്ടിലത്തെ രാജാവ് കാരണവർ നമ്മളോട് ഉറപ്പിക്കുകയാണ്. അങ്ങനെ ഉറപ്പിക്കുമ്പോൾ നമ്മൾ എടുക്കാൻ നോക്കുമ്പോഴാണ് കറണ്ടില്ല എന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. നമ്മൾ കൃഷ്ണനെ വിളിച്ചപ്പോൾ കൃഷ്ണൻ ഉടൻ എന്ത് ചെയ്തു? കാളിന്തിയിലെ വെള്ളം തളം കെട്ടി നിർത്തി, എന്നിട്ട് അവിടെ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു. എന്നിട്ട് നമ്മുടെ വീട്ടിൽ കറണ്ടെത്തി. ഒരു കഥ, അത് എപ്പോഴും അസംബന്ധങ്ങൾ നിറഞ്ഞ കഥയാണെങ്കിൽ നമ്മുടെ മനസ്സിലോർക്കും, നമുക്ക് മനസ്സിലൊരു ചിരിയൊക്കെ വരും. അങ്ങനെ നമ്മൾ അത് ഉറപ്പിച്ചു. അപ്പം ഇനി തൃശ്ശൂർ പോകുമ്പോൾ നമ്മൾ എവിടേക്കൊക്കെ പോകണം? അതിനടുത്ത് കാടുണ്ടോ എന്ന് അന്വേഷിച്ചു. ഉണ്ട്, ആതിരപ്പള്ളി കഴിഞ്ഞാൽ അവിടെ ചില കാടുകളുണ്ട്, ആ കാട് പോകാമെന്ന് തീരുമാനിച്ചു. ആ കാട്ടിൽ വന്യജീവികളെ കാണാനാണ് നമ്മൾ പോകുന്നത്. വന്യജീവികളെ കാണാൻ പോകുമ്പോൾ അവിടെ പാർക്കാൻ നമുക്കൊരു സ്ഥലം വേണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, നമ്മുടെ ശശിയും ഇന്ദ്രനും കൂടിയ ആൾ ദൈവത്തെ കാണാൻ വേണ്ടിയിട്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി, തപസ് ചെയ്യാൻ വേണ്ടി കാട്ടു പോയിട്ടുണ്ട് വന്യജീവി വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ. അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ട്? നമ്മുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല. മാരേജ് കഴിഞ്ഞു വീട്ടിൽ, പക്ഷേ അവരുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരെ രജിസ്ട്രേഷൻ കൂടി നടത്താം. അതിൽ തൃശ്ശൂർ രജിസ്ട്രാർ ഓഫീസിലും കൂടി പോകാം എന്ന് തീരുമാനിക്കുന്നു. ആ രജിസ്ട്രാർ ഓഫീസിൽ പോകുമ്പോൾ അവിടെ ആരാണുള്ളത്? ആ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കുമ്പോൾ രാമചന്ദ്രനെ ഓർത്തു വയ്ക്കണം. എങ്ങനെയാണ് രാമചന്ദ്രനെ നമ്മൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഓർത്തു വെച്ചിട്ടുള്ളത്? രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, ആർക്കൈവ് വകുപ്പ് മന്ത്രി. ആ രജിസ്ട്രേഷന് വേണ്ടി ഈ കുട്ടികൾ അവിടെ പോകുമ്പോൾ നമുക്ക് മ്യൂസിയത്തിലും പുരാവസ്തുവിലും ആർക്കൈവ് വകുപ്പ് മന്ത്രിയിലും പോവാം. അത് കഴിഞ്ഞതിന് ശേഷം രാമചന്ദ്രന്മാരെ കാണാൻ പോവാം, ദൈവത്തെ കാണാൻ പോവാം. അപ്പോൾ നമ്മൾ പോകേണ്ട വാഹനം ഏതാണ്? നമ്മുടെ വാഹനം ഒരു വലിയ ഓട്ടോറിക്ഷയാണ്, എലിയുടെ ആകൃതിയിലുള്ള ഓട്ടോറിക്ഷയാണ്. ആ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഗണേഷ് കുമാർ. അപ്പോൾ ഗതാഗതം, മോട്ടോർ വാഹനം, ജലഗതാഗതം വകുപ്പ് മന്ത്രി. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ടാക്സി എന്ന് പറയുന്നത് ഒരു വലിയ ഓട്ടോറിക്ഷയാണ്. ഒരു എലിയുടെ ആകൃതിയിലുള്ള ഒരു ഓട്ടോറിക്ഷയായിട്ട് സങ്കല്പിക്കുക. ഓക്കെ, അപ്പം അതിൻ്റെ മുൻഭാഗമൊക്കെ ഒരു എലിയുടെ പോലെ, പിൻഭാഗത്ത് കുറേ കയറൊക്കെ തൂക്കിയിട്ടുള്ളത് വാലാണെന്ന് വിചാരിക്കുക. KB ഗണേഷ് കുമാർ. അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ എന്തുറപ്പിച്ചത്? അങ്ങനെ പോകുമ്പോൾ അവിടെ നമുക്ക് എന്തുണ്ട്? ഒരു തീർത്ഥാടനമുണ്ട്. അവിടെ നമ്മുടെ ചില സുഹൃത്തുക്കൾ അയൽവാസിയുണ്ട്. അപ്പോൾ മുസ്ലിമും ഹിന്ദു കൂടിയാണ് പോകുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കുണ്ട് അവിടെ ചില കാര്യം, ഹജ്ജത്തിന് മുമ്പ് എനിക്ക് ചില പള്ളിയിലൊക്കെ ഒന്ന് പോകണം, അവിടേക്കൊന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരാളുമുണ്ട്. മൂപ്പരെ ഭാര്യനെയും കൂട്ടിയിട്ടുണ്ട്. മൂപ്പര് ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് എന്ന് വിചാരിക്കരുത്. മൂപ്പര് മലപ്പുറത്ത് നിന്നുള്ള ആളാണ്. കായിക പരിപാടികളിലൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ് ഈ അബ്ദുറഹ്മാൻ. അതുകൊണ്ട് വൈകുന്നേരം അവിടെ ഒരു സ്പോർട്സ് ഉണ്ട്. ആ സ്പോർട്സും കൂടി കാണാൻ നമ്മൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഹജ്ജിന് മുമ്പേ അപ്പോൾ കായികം, ഹജ്ജ് തീർത്ഥാടനം, ന്യൂനക്ഷേമ വകുപ്പും അങ്ങനെ പോകും. അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ അന്വേഷിച്ചത്, ഭക്ഷണം കഴിക്കണം. നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വയറിൽ ഗ്യാസ് കൂടും. അനൽ. അപ്പോൾ അവിടെ നല്ല ഹോട്ടൽ നടത്തുന്ന ആളാണ് അനിൽ അടിപൊളി ഹോട്ടൽ നടത്തുന്ന ആളാണ്. അവിടെ നിന്ന് നമ്മൾ അനിലിനെ കാണാൻ തീരുമാനിച്ച് അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി. ഇനി നമ്മുടെ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആളായ, കുറച്ച് യങ് ആയിട്ടുള്ള, കല്യാണം കഴിക്കാത്ത ആളാണ് ബാലഗോപാലനാണ് അതിൻ്റെ ധനകാര്യം മുഴുവൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഈ ടൂറിൻ്റെ. അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവിടെ പോകുമ്പോൾ അവിടെ ഒരു വീടുണ്ടെന്ന് വിചാരിക്കുക.
ആ വീട്ടിൽ ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട ബിന്ദുക്കൾ വെച്ചുകൊണ്ട് ഒരുപാട് കണക്കിലെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നൊരു ബിന്ദു ടീച്ചറുണ്ട്. ആ ബിന്ദു ടീച്ചറുടെ വീട് നമ്മുടെ മക്കളെ കാണിക്കാൻ വേണ്ടിയിട്ട് അതും കൂടി നമ്മൾ ടൂറിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ അവിടെ ഉന്നത വിദ്യാഭ്യാസവും സാമൂഹിക നീതി വകുപ്പും വന്നു. ഇനി നമ്മുടെ ഒപ്പം എന്തുണ്ട്? ഒരു ചെറിയ കുട്ടിയുണ്ട്. അവൾ കൊഞ്ചിക്കൊണ്ടിരിക്കുക, അവൾക്ക് മൃഗങ്ങളെ കാണണം. അപ്പോൾ അവിടെ ഒരു സൂ ഉണ്ട് എന്ന് വിചാരിക്കാം. ആ സൂവിലും പോകാൻ തീരുമാനിച്ചു. മൃഗങ്ങളെ കാണുന്നത് മാത്രമല്ല, മൃഗങ്ങളെ കാണിച്ചു കൊടുക്കണം. അപ്പം അമ്മ പറഞ്ഞു നല്ല പാലൊന്നും അവിടെ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് തിളപ്പിച്ച പാല് നല്ലൊരു ഫ്ലാസ്കിലാക്കി അവൾക്ക് വേണ്ടി കരുതിയിട്ടുമുണ്ട് മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് മന്ത്രി. അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മൾ തൃശ്ശൂരിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ കൂടി കാണാൻ തീരുമാനിച്ചു. അപ്പം നമ്മൾ ആ രാജേഷിനെ ഓർത്തു. രാജേഷ് ഉണ്ടല്ലോ അവിടെ, ഗ്രാമത്തിൽ നിന്നാണ്, പേര് രാജീവ് എന്നായിരുന്നു, പരിഷ്കരിക്കാൻ വേണ്ടി രാജേഷാക്കിയതാണ്. തദ്ദേശ സ്വയംഭരണം, ഗ്രാമവികസനം. പക്ഷെ പോകുമ്പോൾ ഓർപ്പിച്ചു അവിടെ കള്ളുഷാപ്പുണ്ട്, അതിലൊന്നും കയറരുത് എന്ന് ചെറുപ്പക്കാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എക്സൈസ് വകുപ്പ് മന്ത്രിയായി. അങ്ങനെ നമ്മൾ ടൂർ പോകാൻ തീരുമാനിച്ചു. ഒടുക്ക നമ്മൾ അവിടെ ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിക്കണം. ആ ഗസ്റ്റ് ഹൗസിൽ താമസിക്കണം എന്ന് വിചാരിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള മുഹമ്മദ് റിയാസ് ഉണ്ട്. മൂപ്പര് മരാമത്ത് പണിയൊക്കെ ആയിട്ട് നടത്തുകയാണ്. ടൂറിസമാണ്, മൂപ്പരാണ് നാട് മുഴുവൻ ചുറ്റിക്കറങ്ങുന്ന ആൾ ടൂറിസവുമായിട്ട്. അപ്പോൾ മുഹമ്മദ് റിയാസിനെ വിളിച്ചിട്ട് പറഞ്ഞു അവിടുത്തെ ഗസ്റ്റ് ഹൗസ് ഒന്ന് ബുക്ക് ചെയ്യണം, കാരണം സ്ഥിരം നടന്നു പോകുന്ന ആളല്ലേ. അദ്ദേഹത്തെ വിളിച്ചു. അങ്ങനെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ തൃശ്ശൂർ കഴിഞ്ഞ് നമ്മൾ പാലക്കാടും കൂടി ഒന്ന് പോകാൻ തീരുമാനിച്ചു. അല്ലേ, നമ്മുടെ നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലക്കാട് കൃഷി കാണാനെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളവിടെ പ്രസാദ് എന്ന് പറയുന്ന ഒരാളുണ്ട്, മുഖത്ത് നല്ല പ്രസാദമാണ്. അയാളുടെ കൃഷിത്തോട്ടവും കൂടി ഒന്ന് കാണാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അപ്പോഴാണ് നമ്മൾ ഓർത്തത്, രാധാകൃഷ്ണൻ്റെ അമ്പലം കൂടിയുണ്ട് അവിടെ, വളരെ പ്രസിദ്ധമായ രാധാകൃഷ്ണൻ്റെ അമ്പലം കൂടിയുണ്ട് അവിടെയാണെങ്കിൽ എന്താണ്, പട്ടികജാതിക്കാരും പട്ടികവർഗവും പിന്നോക്കക്കാരെ മുഴുവൻ ക്ഷേമത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. പട്ടികജാതി പട്ടികവർഗത്തോട് പ്രത്യേക ഗുണം. ഇനി അന്യ സമുദായക്കാരാണോ, അവിടെ പിന്നോക്കമായിട്ട് ആളുകൾക്ക് വളരെയധികം സൗകര്യം തരുന്ന ഒരു അമ്പലമാണ്. അപ്പം നമുക്ക് വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അത് തീരാൻ വേണ്ടിയിട്ട് നമ്മൾ രാധാകൃഷ്ണനെയും കാണാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ ദേവസ്വം വകുപ്പ് മന്ത്രിയായി. പിന്നെ ശ്രീ പി രാജീവ്, നമ്മൾ രാജീവിനെ വിളിച്ചു. എൻ്റെ രാജീവിനെ വിളിക്കുന്നത്, ഞങ്ങളിങ്ങനെ പോകുമ്പോൾ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഇടപെടണം, എന്തെങ്കിലും നിയമപ്രശ്നം ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ ആരെങ്കിലും ഞങ്ങളോട് കയർത്താലോ നിങ്ങൾ സംരക്ഷിക്കണട്ടാ, നമ്പറൊക്കെ ഞങ്ങൾ വെക്കുന്നുണ്ട്, എപ്പോൾ വിളിച്ചാലും എടുക്കണം. നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി. അത് കഴിഞ്ഞാൽ KV ശിവൻകുട്ടി, പൊതുവിദ്യാഭ്യാസം, തൊഴിൽ വകുപ്പ് മന്ത്രി. അപ്പം നമ്മൾ വിചാരിക്കുകയാണ് തൃശ്ശൂർ ആരുണ്ടെന്ന്, ശിവൻകുട്ടിയുണ്ട്. ശിവൻകുട്ടിയെ കണ്ടിട്ട് വേണം, നമ്മുടെ വീട്ടിൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാളുണ്ട്, അവൻ ഏതാണ് പറ്റിയ തൊഴിൽ എന്നുള്ളതും കൂടി ഈ യാത്രയിൽ ഒരു 10 മിനിറ്റ് നേരം ശിവൻകുട്ടിയെ കൂടി കാണാം എന്ന് വിചാരിക്കുന്നു. ഈ യാത്രയിൽ നമ്മൾ ഒരു കടൽ തീരം കൂടി കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ കടൽ തീരത്ത് നമ്മൾക്ക് പരിചയമുള്ള ആരെയാണ്? സഹവസിച്ച് വസിക്കുന്നതാണ്, വാസവനെയാണ് നമുക്കവിടെ, സഹകരിച്ച് വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവരെ വെറുതെ പ്രകോപിപ്പിക്കേണ്ട, അവരോടൊപ്പം നിന്നാൽ അവർ നന്നായിട്ട് നിങ്ങളോട് സഹകരിക്കുമെന്ന് വീട്ടിൽ നിന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ വാസവനെ വിളിച്ചിട്ട് പറയുകയാണ് നമ്മൾ അവിടെയും കൂടി കാണാൻ വരുന്നുണ്ട്, കടൽ തീരം ഒന്ന് കാണാൻ വരുന്നുണ്ട്, ആ തുറമുഖം ഒന്ന് കാണാൻ വരുന്നുണ്ട്. തുറമുഖ വകുപ്പ് മന്ത്രി സഹകരണം. ശ്രീമതി വീണ ജോർജ് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഓർമ്മിച്ചു, നല്ല മഴയുള്ള കാലമാണ്, നല്ലോണം ശ്രദ്ധിച്ചോലുണ്ട്, ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചോലുണ്ട്. മാത്രമല്ല അപ്പം ചോദിച്ചു, ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം, അപ്പം മനസ്സിന് സന്തോഷം വേണം. നമ്മൾ ചോദിച്ചു, ഈ വണ്ടിയിൽ നല്ല എന്തെങ്കിലും പാട്ട് വെക്കാനുള്ള മൊബൈലൊക്കെ പാട്ട് കയറ്റിയിട്ടില്ലേ, നല്ല പാട്ട് കേട്ട് പോകണം. വീണ, സംഗീതം, നമ്മുടെ ആരോഗ്യവും വനിതകൾക്കും ശിശുക്കൾക്കുമൊക്കെ വർത്തമാനം പറയും, അതിനിടയിൽ പാട്ടും കേൾക്കണം. ഇനി നമ്മൾ ഏറ്റവും അവസാനം നമ്മുടെ ടൂർ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ നമ്മൾ തൃശ്ശൂർ സാംസ്കാരിക നഗരത്തിലേക്ക് കയറുകയാണ്. അവിടെ സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിലേക്ക് കയറാൻ പോകുമ്പോൾ മനസ്സിൽ കാണുന്ന അവിടെ ഒരു അക്വേറിയമുണ്ട്. ആ അക്വേറിയത്തിൽ എന്തുണ്ട്? മത്സ്യങ്ങളുണ്ട്. ചെറിയ മത്സ്യങ്ങൾ. അപ്പോൾ ചെറിയാൻ മത്സ്യബന്ധനം സാംസ്കാരിക വകുപ്പ് മന്ത്രി. ഈ കോഡോടുകൂടി ഈ മന്ത്രിമാരുടെ പേര് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീണ്ടും പുതിയ കോഡുകളും പുതിയ ചോദ്യങ്ങളും ആയി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ് ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ വീണ്ടും അപ്ലോഡ് ചെയ്യും.